നമസ്കാരം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, നമ്മുടെ സാക്ഷരതാ പ്രസ്ഥാനവും ഇപ്പോഴത്തെ ലോകദാലിത്വമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അത് നിങ്ങൾ ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും ഈ നാട്ടുകാർക്ക്. അതായത് 1980 വ്യാപകമായ രീതിയിൽ ഒരു സാക്ഷരതാ പരിപാടി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മറയക്കുളം തെക്ക് പഞ്ചായത്തിലെ 8-ാം വാർഡിൽ 10 സാക്ഷരതാ കേന്ദ്രങ്ങൾ തുടങ്ങുകയും അതിന് UGCയുടെ കേന്ദ്രങ്ങളായിരുന്നു. അവിടെ ജില്ലാ കളക്ടറെ സന്ദർശിക്കുകയും അന്ന് ആലപ്പുഴ ജില്ലാ കളക്ടർ കെ ബാലകൃഷ്ണക്കുറുപ്പ് എന്ന മഹാനായ വ്യക്തിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പലപ്പോഴും ഈ ഹൈവേ സൈഡിലുള്ള സാക്ഷരതാ കേന്ദ്രത്തിലേക്ക് ഒരു ഫ്ലൈയിങ് വിസിറ്റ് നടത്താറുണ്ട്. രാത്രിയൊക്കെ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം വരിക. അപ്പോൾ കളക്ടർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഗ്രീവൻസ്, അവരുടെ പട്ടയം കിട്ടിയില്ല, അവർക്ക് പിന്നെ അവരുടെ മകൻ തെങ്ങേന്ന് വീണ്, തെങ്ങ് കയറ്റ തൊഴിലാളിയാണ്, തെങ്ങേന്ന് വീണ് ആനുകൂല്യമൊന്നും കിട്ടിയിട്ടില്ല, അതുപോലെ വീട് വെക്കാനുള്ള സഹായം കിട്ടിയിട്ടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നപ്പോൾ അതായത് ആ ഒരു പവിത്രമായ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വരുന്ന കണ്ടിട്ടുണ്ട് ഈ ജനങ്ങളുടെ വേദന കേട്ടിട്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥർ, അതായത് ജില്ലയുടെ ഭരണാധികാരി ജനങ്ങളുടെ മുമ്പിൽ വന്ന് കണ്ണീരണിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മറ്റൊരു പൊതുപ്രവർത്തന രംഗത്ത് ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവർക്ക് കാണുമ്പോൾ ഉള്ള സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അത് പരിഹാരം ഉണ്ടാക്കി അദ്ദേഹം ചെയ്തു. അപ്പോൾ വാസ്തവത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായാൽ എന്താണ്, നല്ല കാര്യമല്ലേ എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ കിടന്ന് നിൽക്കുമ്പോഴാണ് 1985 വടക്കം പറവൂരിൽ നീതിമേള നടക്കുന്നത്, മാലോകർ നീതിമേള. അന്ന് ജസ്റ്റിസ് കൃഷ്ണയുടെ നേതൃത്വത്തിൽ അന്ന് ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ ജസ്റ്റിസ് കൃഷ്ണയോട് പറഞ്ഞു, സ്വാമി എന്നാ ഞങ്ങളൊക്കെ വിളിക്കുക, സ്വാമിയോട് പറഞ്ഞു, സ്വാമി അടുത്ത നീതിമേള കലവൂർ നടത്തണം, അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സ്വാഭാവികം നമ്മളൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി. ഞാനായിരുന്നു അതിൻ്റെ ജനറൽ കൺവീനർ. ഫോറം ഫോർ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതിമേള. അപ്പോൾ എനിക്ക് വേണ്ട അഡ്വൈസ് തരാനും അതുപോലെ തന്നെ എന്നെ സഹായിക്കാനായിട്ട് അദ്ദേഹം ഹൈക്കോടതിയിലെ പ്രമുഖനായ അഭിഭാഷകൻ അന്ന് KS രാജാമണി സാറിനെ ഏൽപ്പിച്ചു. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഡൽഹിയിലെ പ്രതിനിധി വേണു രാജാമണി സാറിൻ്റെ ഫാദർ. അങ്ങനെ വളരെ ഗംഭീരമായിട്ട് അവിടെ നമുക്ക് ജനങ്ങളുടെ പരാതി സ്വീകരിക്കാനും അതുപോലെ തന്നെ അന്ന് ഏകദേശം 3 മാസം കൊണ്ട് 4500-ഓളം പരാതികൾ വാങ്ങിക്കുകയും 2600-ഓളം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും പറ്റി. അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ വ്യത്യസ്തമായ പരാതികളാണ്. ഈ പട്ടയം കിട്ടിയില്ല, അതുപോലെ തന്നെ ഭൂമിയുടെ പോക്കൂര് നടത്തിയിട്ടില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, വ്യക്തിപരമായ തർക്കങ്ങൾ, കോടതി കേസുകൾ, അങ്ങനെ സൂര്യന് കീഴെയുള്ള ഏത് പ്രശ്നവും അവിടെ പരിഹരിക്കുന്ന ഒരു സംവിധാനമായിരുന്നു. ഹൈക്കോടതിയിലെ മിക്കവാറും എല്ലാ ജഡ്ജിമാരും അതിൽ പങ്കെടുത്തു 85 ഏപ്രിലിൽ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരു പ്രഖ്യാപനം ചെയ്തു. അതായത് എല്ലാ സെക്കൻഡ് സാറ്റർഡേകളിലും നീതിമേളകൾ, മിനി നീതിമേളകൾ നടത്തി. അതല്ല ഈ ഇത്രയും ദിവസത്തെ ക്യാമ്പിൽ തീരാത്ത പ്രശ്നങ്ങൾ ഉൾപ്പെടുത്തി ക്യാമ്പ് നടത്തും. അപ്പോൾ അന്ന് ഗവൺമെൻറ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ റവന്യൂ മന്ത്രിയൊക്കെ നമുക്ക് സഹായകരമായിട്ടുള്ള നിലപാടെടുക്കുകയും അദ്ദേഹം ഒരു ഡെപ്യൂട്ടി കളക്ടർ, 3 തഹസിൽദാർമാർ, 11 വില്ലേജ് ഓഫീസർമാരൊക്കെ ഈ പരിപാടിക്ക് വേണ്ടി പ്രത്യേകം ഡെപ്യൂട്ടി ചെയ്യുകയൊക്കെ ചെയ്തു. അതുപോലെ ഞങ്ങൾക്ക് സഞ്ചരിക്കാനുള്ള വാഹനങ്ങൾ തരിക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് 1-2 വാഹനങ്ങൾ നമുക്ക് വിട്ടുതരും ഇതിൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ട്. പക്ഷേ എന്തോ ഒരു ഇഗോ പ്രശ്നത്തിൽ ജസ്റ്റിസ് കൃഷ്ണയുടെ ഈ അന്ന് ലോ മിനിസ്റ്ററായിരുന്ന KM മാണിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹത്തെ അറിയിക്കുകയോ അങ്ങനെ അദ്ദേഹത്തിനൊരു പ്രസക്തി ഇല്ലാത്തൊരു മട്ടിൽ കാണിച്ചപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ മിനി നീതിമേളകൾ, പ്രധാനപ്പെട്ട നീതിമേളയ്ക്ക് ശേഷം നടത്തിയ മിനി നീതിമേളകളിൽ ഗവൺമെൻറ് സഹകരിക്കരുതെന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കി. അന്ന് പിന്നീട് ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ശ്രീധരനാണെന്ന് നിയമവകുപ്പ് സെക്രട്ടറി കെ ശ്രീധരൻ സാർ.
ആ ഉത്തരവ് നമ്മൾ സുപ്രീം കോടതി ചോദ്യം ചെയ്യുകയും സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് എല്ലാ സഹായവും ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാകുകയും ചെയ്തു. അത് ആ ഉത്തരവുണ്ടാകുന്നത് 1986. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റ് കേരള നിയമസഭയുടെ ആദ്യത്തെ സ്പീക്കർ നമ്മുടെ ആർ ശങ്കരനാരായണൻ തമ്പി സാറാണ്. അപ്പോൾ ഈ തമ്പി സാറ് അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിക്ക് എഴുതി, ഇത് ഇങ്ങനെ ഒരു സംഭവത്തിൽ ഒരു രാജ്യത്തൊട്ടൊക്കെ ഒരു നിയമം ഉണ്ടാവണം. അങ്ങനെ പല പ്രാവശ്യം കത്തെഴുതിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾ മുൻ മന്ത്രിയായിരുന്ന പിന്നെ ദാമോദരൻ കാളാശ്ശേരി ഉൾപ്പെടെ ഡൽഹിയിൽ പോയി ഞങ്ങൾ നിവേദനം കൊടുക്കുകയും ചെയ്തു രാജീവ് ഗാന്ധിക്ക്. ഈ സുപ്രീം കോടതി വിധി വെച്ചിട്ടാണ് 1987 ഈ നിയമസഹായ അതായത് കേരള നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ഉണ്ടാകുന്നു 1987. പക്ഷേ അത് കേരളത്തിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ അംഗീകാരം റദ്ദാക്കുകയാണ് ചെയ്തത്. അങ്ങനെ 15 വർഷം കേരളത്തിലെ ഗ്രാമാന്തരങ്ങളിൽ എല്ലാത്തരം കേസുകളും പരിഹരിക്കുന്നൊരു സംവിധാനം വളരെ ഫലപ്രദമായിട്ട് നടത്തി നമ്മൾ. അതിനെക്കുറിച്ച് ഓരോ സംഭവം നിയമസാക്ഷരതാ ജാഥ, നീതിമേളകൾ, അതൊക്കെ ഓരോന്നോരോന്ന് ഞാൻ പറയാം നിങ്ങളോട്. അപ്പോൾ അതിനൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടി. അദ്ദേഹം പാതിരാത്രി വരെ അല്ലെങ്കിൽ നേരം വെളുക്കുന്നവരെയൊക്കെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ അല്ലെങ്കിൽ അല്പം മാത്രം വെള്ളം കുടിച്ചുകൊണ്ട് നിന്ന നിപ്പിന് എല്ലാവർക്കും പരിഹാരം ഉണ്ടാക്കിയിട്ട് അദ്ദേഹം വിശ്രമിക്കാറുണ്ടായിരുന്നു. അതിൻ്റെ പിന്നെ ഓർഗനൈസ് ചെയ്തതിൻ്റെയൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവും. പക്ഷേ അതിലുപരി അപ്പോൾ അദ്ദേഹത്തിന് പക്ഷേ ഈ വ്യക്തിപരമായ തർക്കങ്ങൾ അദ്ദേഹം പരിഹരിക്കാറില്ലായിരുന്നു. ഇപ്പോൾ ഒരു പണമിടപാടുണ്ടായി, അല്ലെങ്കിൽ ഒരു ചെക്ക് കേസുണ്ടായി, അല്ലെങ്കിൽ ഒരു അതിർത്തി തർക്കം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ഒരു വഴിത്തർക്കം ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആ രീതിയിലുള്ള തർക്കങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ അജണ്ടയിൽ വരാറില്ലായിരുന്നു. നമ്മുടെ നീതിമേളകൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു ജനുവരിയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കുന്നത് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ നീതിമേള പ്രഖ്യാപിക്കുന്നത് ഏപ്രിൽ മാസം, അതായത് ഇന്ന ഏപ്രിൽ മാസം, ഇത്രാം വർഷം ഏപ്രിൽ മാസം 1-ാം തീയതി ഇന്ന പഞ്ചായത്തിൽ നീതിമേളയുണ്ട് എന്ന് നമ്മൾ ജനുവരി മാസം തന്നെ അറിയിക്കുക. അപ്പോൾ ഫെബ്രുവരി മാസം 28-ാം തീയതിക്ക് മുമ്പ് അപേക്ഷ തരണം. അപ്പോൾ അങ്ങനെ ഒരു മാസത്തോളം നമ്മൾ അപേക്ഷ തരാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ 28 ഫെബ്രുവരിയിൽ അപേക്ഷ തന്നു കഴിഞ്ഞാൽ ഈ അപേക്ഷകളൊക്കെ നമ്മൾ അതാത് ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും മറ്റുമൊക്കെ പരിഗണനയ്ക്ക് വേണ്ടി അയച്ചു കൊടുക്കും. അവർക്ക് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാസം കിട്ടും ഇതിനെ പഠിക്കാനും തീരുമാനമെടുക്കാൻ. അങ്ങനെ അദ്ദേഹം പഠിച്ചിട്ടാണ് ഈ ഒരു മാസത്തോളം ഫയൽ കൈവച്ച് പഠിച്ച് തീരുമാനമെടുത്തിട്ടാണ് വരിക. അപ്പോൾ ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജനസമ്പർക്ക പരിപാടിക്കുപരി അവിടെ ഒരു ഫയൽ പഠിക്കാൻ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു മാസം കിട്ടും. ആ രീതിയിൽ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഈ കേരളത്തിലൊക്കെ വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അത് കാസർഗോഡ് ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തിൽ നടത്തിയിരുന്നു, പാലക്കാട് ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തിൽ നടത്തിയിരുന്നു, എറണാകുളം ജില്ലയിലെ ഭൂരിപക്ഷം പഞ്ചായത്തിലും തൃശ്ശൂർ ജില്ലയിലെ മിക്ക പഞ്ചായത്തിലും നടത്തിയിരുന്നു. ഇതൊക്കെ തെളിവുകളുണ്ട്. ആ തെളിവുകളുമായിട്ട് ഓരോ പഞ്ചായത്തിൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഞാൻ നിങ്ങളെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.